ഇതാണ് മനോഹരമായ ദൂദ്സാഗറിലേക്കുള്ള ബുക്കിംഗ് പോയിന്റ്. ദൂദ്സാഗറിലേക്കുള്ള എൻട്രി ഫീസായി ഗോവ ഫോറസ്റ്റ് വാങ്ങിക്കുന്നത് ഒരാളിൽ നിന്നും 249 രൂപയാണ്. നമുക്ക് ദൂദ്സാഗറിലേക്ക് എത്തപ്പെടുന്നതിന് വേണ്ടിയുള്ള ജീപ്പ് സഫാരിക്ക് ഒരു ജീപ്പ് ബുക്ക് ചെയ്യുന്നതിന് 4200 രൂപയാണ്. അതിൽ മാക്സിമം 7 പേരാണ് അവർ കൊണ്ടുപോവുക. ഈ ദൂദ്സാഗറിലേക്കുള്ള എൻട്രി ഓപ്പണിംഗ് ടൈം രാവിലെ 7 മണിയാണ് കേട്ടോ. വൈകിട്ട് 3:30 വരെ നമുക്ക് ബുക്ക് ചെയ്യാം. 5 മണിയോടുകൂടി നമുക്ക് തിരിച്ച് എത്തുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് യാത്ര തുടങ്ങുകയാണ്. നമ്മളിന്നത് യാത്ര ചെയ്യുന്നത് ബൊലോറോ ജീപ്പിലാണ്. ഈ മോഡൽ ഓഫ് റോഡ് ഓടിക്കാൻ പറ്റുന്ന വണ്ടികളാണ് കേട്ടോ കൂടുതൽ ഇവിടെ ഓടുന്നത്. മാക്സിമം 7 പേരാണ് ഇവർ ഈ ജീപ്പിൽ കൊണ്ടുപോകുള്ളൂ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് 11 കിലോമീറ്ററാണ് വൺ സൈഡ് ഉള്ളത്. അതാ ഇവിടെയാണ് കേട്ടോ ഫോറസ്റ്റിന്റെ എൻട്രി പോയിന്റ്. ഇവിടെ വണ്ടിയൊക്കെ നിർത്തി നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് വേണം കയറി പോകാൻ. ഇവിടെ അത്യാവശ്യം വാഷ്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിന് എണ്ണമൊക്കെ എടുക്കുന്നുണ്ട് ഇവര്. നമ്മളുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ ഒരു 200 രൂപ ഇവിടെ പേ ചെയ്യേണ്ടി വരും. തുടക്കത്തിൽ തന്നെ ഒരു പുഴ ക്രോസ് ചെയ്താണ് നമ്മുടെ ജീപ്പ് പോകുന്നത്. നല്ല അടിപൊളി കാടിനുള്ളിലൂടെയാണ് നമ്മുടെ യാത്ര. ഇതിനുള്ളിൽ വന്യജീവികളൊക്കെ കാണാൻ ഒരുപാട് ചാൻസുകളുണ്ട്. ഇപ്പൊ ഏകദേശം നല്ല തിരക്കുള്ള സമയമാണെന്ന് തോന്നുന്നു. ഒരുപാട് ആളുകളെ ഞങ്ങൾ കണ്ടു. ഒരുപാട് വണ്ടികൾ ഓടുന്നുണ്ട് ഇവിടെ. ഇവർക്ക് ഏകദേശം 450ഓളം ഇതുപോലത്തെ ജീപ്പുകളുണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. ദൂദ്സാഗർ വെള്ളച്ചാട്ടത്തിലെ ഈ ദൂദ്സാഗർ എന്നാൽ പാൽക്കടൽ എന്നാണ്. അതായത് നമ്മൾ ഇത്രയും മുകളിൽ നിന്നുള്ള വെള്ളം ഒഴുകി വരുമ്പോൾ താഴെ പാല് പോലെ വെളുത്ത നിറമായി കാണപ്പെടും. ഏകദേശം 1017 അടി ഉയരമുള്ള ഈ വെള്ളച്ചാട്ടം മാണ്ഡവി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഗോവയുടെ തലസ്ഥാനമായ പനാജിയിലേക്ക് ഏകദേശം 60 കിലോമീറ്ററോളം ദൂരമുണ്ട്. നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ വേണ്ടി 2 മാർഗമാണുള്ളത്. ഒന്ന് റെയിൽ മാർഗവും ഒന്ന് റോഡ് മാർഗവും. നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൂലം റെയിൽവേ സ്റ്റേഷനാണ്. ഈ സ്റ്റേഷനിലേക്ക് മഡ്ഗോണയിൽ നിന്നും ട്രെയിൻ കിട്ടും. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് മഡ്ഗോണയിൽ നിന്ന് ഇവിടെ എത്താൻ പറ്റും. അതുപോലെ തന്നെ റോഡ് മാർഗം വരണമെങ്കിൽ ഒന്നിൽ നമ്മൾ കാർ എടുത്ത് വരാൻ, നമുക്ക് റേറ്റ് കുറച്ചിട്ട് ബസ് കിട്ടും. ഈ ബസ് സർവീസ് പനാജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പനാജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുലം എന്ന സ്ഥലത്ത് ഇറങ്ങണം. അത് ഹൈവേ തന്നെ ഇറങ്ങിയിട്ട് ഹൈവേന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം ഈ ബുക്കിംഗ് കൗണ്ടർ ഉള്ള സ്ഥലത്തേക്ക്. ഈ പഞ്ചിമിയിൽ നിന്ന് ഏകദേശം 50-55 രൂപയാണ് ബസ് ഫെയർ ഉള്ളത്. ഈ ഹൈവേന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഈ ബുക്കിംഗ് കൗണ്ടറിലേക്ക് വരാൻ ലോക്കൽ ബസ് അവൈലബിൾ ആണ്. ഇതിന് ഏകദേശം ഒരു 15 രൂപയുടെ ചാർജ് വരുന്നുള്ളൂ. ഇങ്ങോട്ടുള്ള ഈ ബുക്കിംഗ് കൗണ്ടറിന്റെ അടുത്ത് തന്നെ ഹോട്ടലുകളും ഫുഡ് സ്റ്റാളുകളൊക്കെ അവൈലബിൾ ആണ്. മഴക്കാലത്ത് ശക്തി പ്രാപിക്കുന്നതിനാൽ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം ചിലപ്പോഴൊക്കെ ബാൻ ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ദൂദ്സാഗർ. ഉയരത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ 5ാമതും. നമ്മുടെ ഈ ജീപ്പ് സഫാരി ഏകദേശം 1 മണിക്കൂറോളം എടുക്കുന്നതാണ് ഡ്രൈവർ ചേട്ടൻ പറയുന്നത്. ശരിക്കും ഇതൊരു ഓഫ് റോഡ് യാത്ര തന്നെയാണ്. ഈ ജീപ്പ് മാർഗം അല്ലാതെ ട്രക്ക് ചെയ്ത് നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. അതിനുവേണ്ടി വേറെ ബുക്കിംഗ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ആളുകളൊക്കെ ട്രക്ക് ചെയ്ത് വന്നതാണ്. ട്രക്ക് ചെയ്ത് പോകാനാ പ്ലാനെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ വന്ന് ടിക്കറ്റ് എടുക്കണം. നമ്മുടെ കൂടുതലൊരു ഗൈഡും ഉണ്ടാകും. പിന്നെ ഈ ജീപ്പിന് വരുന്നേക്കാളും ഏകദേശം 200 രൂപയോളം കുറവാണ് ട്രക്ക് ചെയ്ത് വന്നാൽ. ട്രക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ജീപ്പ് പോകുന്ന വഴിയിൽ കൂടി മാത്രമല്ല, ഫോറസ്റ്റിനുള്ള വേറെ വഴികളിൽ കൂടിയൊക്കെയാണ് നമ്മൾ ഇവിടേക്ക് എത്തപ്പെടുക. നമ്മുടെ ജീപ്പ് ഇവിടം വരെ എത്തുകയുള്ളൂ. ഇനി നമുക്ക് നടന്നു പോകണം. വണ്ടിയെല്ലാം ഇവിടെ പാർക്ക് ചെയ്യും. നമുക്ക് ഇനിയൊരു ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഈ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമാണ്. നമ്മൾ ഫോറസ്റ്റിന്റെ എൻട്രി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവർ ഈ ലൈഫ് ജാക്കറ്റ് തരും. തിരിച്ചും അതുപോലെ തന്നെ അവിടെ എത്തിക്കണം. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണുന്നതിനും ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും 1.5 മണിക്കൂറാണ് നമുക്ക് ഇവർ അനുവദിച്ചു തരിക. 1.5 മണിക്കൂറിന് ശേഷം നമ്മളിവിടെ തിരിച്ച് ഈ ജീപ്പിൽ എത്തിയിരിക്കണം. കറക്റ്റ് സമയത്ത് തിരിച്ചെത്തില്ലെങ്കിൽ ഇവർ എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ വാങ്ങിക്കും. അവർ പറഞ്ഞാൽ നമ്മൾ വിടുക. കറക്റ്റ് സമയത്ത് വരണം, അല്ലെങ്കിൽ എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. പിന്നെ ഈ പോകുന്ന സമയത്ത് നമ്മൾ ഈ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടോ. വണ്ടിക്ക് ഒരു നമ്പർ ഉണ്ടാവും, സ്പെഷ്യൽ നമ്പർ ഉണ്ടാവും. വണ്ടി നമ്പറല്ല, വേറെ നമ്പർ. അപ്പം തിരിച്ചു വരുമ്പോൾ നമ്മൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ ഇവിടെ ചോദിക്കണമെങ്കിൽ ആ നമ്പർ ചോദിച്ചാൽ മതി. ഇവിടെ പിന്നെ മൊബൈലിലൊന്നും റേഞ്ച് ഇല്ല, വിളിച്ചാലൊന്നും കിട്ടത്തില്ല. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരിക്കൽ വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങൾ ഏകദേശം ഒരു 10:30 കൂടിയാണ് എത്തിയത്. നല്ല ടൈമിംഗ് ആയിരുന്നു. നല്ല സൺലൈറ്റും ഈ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റിയത്. ദൂദ്സാഗറിൽ നിന്ന് ഒഴുകിയിരുന്ന പുഴയും പിന്നെ ചെറിയ ചെറിയ അരുവികളും നല്ല കട്ട ഫോറസ്റ്റും പച്ചപ്പും എല്ലാം കൊണ്ടും ഗംഭീരം തന്നെ. ഈ വാട്ടർഫാൾസിൻ്റെ അടുത്ത് തന്നെ ഒരു വാഷ്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അവർ. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഓർക്കും ഇത് ഇച്ചിരി കോസ്റ്റ്ലി അല്ലേ, ഇത്രയും ഉണ്ടോ എന്നൊക്കെ ഓർക്കും. പക്ഷെ വന്ന് കാണണം. കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ മനോഹരമായ കാഴ്ചകൾ.
കൊടുത്ത പൈസേനേക്കാളും വർത്താണെന്നുള്ളത്. ഞാൻ ഗോവയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും വന്ന് ബീച്ച് കണ്ടിട്ട് തിരിച്ചു പോകും. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇഷ്ടംമാതിരി കുരങ്ങന്മാരുണ്ട്. ഇവർ വന്നിട്ട് നമ്മൾ ബാഗൊക്കെ ഇവരെടുത്ത് വെച്ചിട്ട് വെള്ളത്തിലിറങ്ങാനൊക്കെ പോകുമ്പോൾ ഇവർ വന്ന് ബാഗിൻ്റെ സിബ് തുറന്ന് അതിനുള്ള സാധനമെല്ലാം വലിച്ച് പുറത്തിട്ട് എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസ് അത് മൊത്തം എടുത്തിട്ട് പോകും അവർ. അങ്ങനെ നടന്ന് നമ്മൾ ദൂദ്സാഗർ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ വാട്ടർഫാൾസ്. രാവിലെ തന്നെ ഒരുപാട് ആളുകൾ ഈ മനോഹര കാഴ്ച കാണാൻ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഏകദേശം 1000 അടിക്ക് മുകളിൽ നിന്നാണ് ആ വെള്ളം ഒഴുകി വരുന്നത്. താഴെ എത്തുമ്പോൾ പാല് പോലെ പതഞ്ഞാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇനി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കൂടുതൽ അടുത്തേക്ക് നമുക്ക് പോവാം. മൺസൂൺ ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ വഴിക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ നടക്കുന്ന വഴിയൊക്കെ നിറഞ്ഞു കവിഞ്ഞായിരിക്കും വെള്ളം ഒഴുകുന്നത്. അങ്ങനെ നമ്മൾ ദൂദ്സാഗർ വാട്ടർഫാൾസിൻ്റെ നേരെ താഴെ എത്തി. ഒരുപാട് ആളുകൾ ഇവിടെ നീന്തി കളിക്കുന്നത് കാണാം. ഇവിടെ നിലവിലത്തെ അവസ്ഥയിൽ സേഫാണ്. വെള്ളം ഒരുപാടില്ല, അത്യാവശ്യം നമുക്ക് നിൽക്കാവുന്ന വെള്ളമുള്ളൂ. നമ്മളെ നിരീക്ഷിക്കുന്നതിനും അതിന് ഇൻസ്ട്രക്ഷൻ തരാൻ വേണ്ടി ഫോറസ്റ്റിൻ്റെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച. ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെയുള്ള റെയിൽപ്പാളത്തിൽ കൂടെ ട്രെയിൻ പോകുന്നത്. നമ്മൾ കൊങ്കൺ പാതയിൽ കൂടി ട്രെയിനിന് വരുമ്പോൾ ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും. ഈ കാഴ്ച തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആസ്വദിക്കണം കേട്ടോ.